ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം ആ വീഡിയോയിലോട്ടേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ടുണ്ട്. അതായത് മറ്റൊന്നുമല്ല, ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ വീഡിയോസൊക്കെ കാണുന്ന ഒരു വിദ്യാർത്ഥി കമൻറ്റിലൂടെ ആവശ്യപ്പെട്ട പ്രകാരമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് ഇവിടെ പറയാൻ കാരണമെന്നാൽ, അതായത് നിങ്ങൾക്കും ഇതുപോലെ പഠനത്തിൽ ഒരുപാട് കാര്യങ്ങൾ, പല സംശയങ്ങളുണ്ടാകും, പല കാര്യങ്ങളെ പറ്റിയിട്ടോ അറിയാൻ താല്പര്യം ഉണ്ടാകും. എന്ത് കാര്യങ്ങൾ? നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ, 10ാം ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും. ഇപ്പോൾ ഡയറി എങ്ങനെ എഴുതും, അല്ലെങ്കിൽ ലെറ്റർ എങ്ങനെ എഴുതുക, അല്ലെങ്കിൽ ഒരു പാഠത്തിൻ്റെ ഒരു ലെറ്റർ, ഏതെങ്കിലും ലെറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും, ഡയറിയോ പ്രൊഫൈൽ റൈറ്റിങ്ങോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെയായിരിക്കും അത് എഴുതുക, അല്ലെങ്കിൽ അത് എഴുതാൻ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ആ കമൻറ്റ് ചെയ്താൽ അതിനനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയാത്തത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തരണം എന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അത് നിങ്ങളുടെ പഠനത്തിൽ വളരെയധികം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും, അല്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം മക്കളെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഓക്കെ, സിമ്പിളാണ്. നമ്മുടെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ആ ഒരു ഭാഗം വന്നാൽ നിങ്ങൾ സന്തോഷിക്കുക. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ അത് എഴുതേണ്ട രീതിയിൽ എഴുതണം. ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഞാൻ പറഞ്ഞ പോയിന്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതേണ്ടത് ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരമായിരിക്കണം. അല്ലാതെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ പാഠഭാഗം മുഴുവനായിട്ട് എഴുതി വെക്കേണ്ട ആവശ്യമില്ല, അല്ലേ? ഞാനും ഒക്കെ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുമ്പം ചെയ്തിട്ടുള്ള ഒരു ട്രിക്കാണെന്നാണ് നമ്മൾ കരുതുക. പക്ഷേ അത് യഥാർത്ഥത്തിൽ മണ്ടത്തരമാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ തരും, അതിൻ്റെ ഉത്തരം അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയായിരിക്കും, പക്ഷെ നമ്മൾ കരുതും ഒരുപാട് മാർക്ക് കിട്ടുമല്ലോ, എന്നെങ്കിൽ എന്താ ആ പാഠഭാഗം മൊത്തം അങ്ങ് എഴുതി വെച്ചേക്കാം എന്ന് നമ്മൾ ചിന്തിക്കും, അല്ലേ? പാഠഭാഗത്തിൻ്റെ ഒരു ചെറിയൊരു ആശയം നമ്മളങ്ങ് എഴുതി കൊടുക്കും, അല്ലേ? അങ്ങനെ എഴുതാം. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം തന്നിട്ട് നിങ്ങൾക്കൊന്നും അറിയില്ല, ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടുകയാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കൊന്നും അറിയില്ല. ഒന്നെന്ന് വെച്ചാൽ ഒറ്റ വാക്യം പോലും നിങ്ങൾക്ക് അത് ഏത് പാഠമാണെന്ന് പോലും ആവുന്നില്ല. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് പാഠം മനസ്സിലായി, എന്നാലും അതെന്താണ് അതിൻ്റെ ഉത്തരമെന്ന് തീരെ അറിയില്ല എന്നാണെങ്കിൽ, എങ്ങനെയായാലും മാർക്ക് പോകുമെന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പാഠഭാഗത്തിൻ്റെ ആശയം, ആ പാഠഭാഗത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങ് എഴുതി വെച്ചേക്കുക. അതിന് മാർക്ക് കിട്ടും, പേടിക്കേണ്ട. ചില നല്ല ടീച്ചർമാരൊക്കെയാണ് മാർക്ക് തരേണ്ടതാണ്, പക്ഷേ അതിൽ നമുക്ക് 100% മാർക്ക് കിട്ടുമെന്നും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം എന്തായാലും മാർക്ക് എനിക്കിതിൽ പോകും എന്നുള്ള ചോദ്യത്തിന് മാത്രം നിങ്ങൾ എന്തെഴുതുക? ആ പാഠം മുഴുവനായിട്ട്, അല്ലെങ്കിൽ ആ പാഠത്തിൻ്റെ ആശയമൊക്കെ ഇടകലർത്തിക്കൊണ്ട് അങ്ങ് എഴുതി വെച്ചേക്കുക. ഒരു ഉത്തരം പോലും നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യരുത്, വിട്ട് കളയരുത്, എഴുതാതെ പോകരുത്. കാരണം എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടിയാൽ നമുക്ക് നല്ലതല്ലേ? അപ്പം എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒരു ടിപ്പ് പോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ അറിയാവുന്ന ഉത്തരമാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ട്രിക്ക് എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കരുത്. കാരണം ഈ അറിയാവുന്ന ഉത്തരങ്ങളിൽ നിങ്ങൾ ഇതൊരു ട്രിക്കാണ്, അതുകൊണ്ട് എനിക്ക് ആ ഉത്തരം അറിയാം, എന്നാലും ആ പാഠഭാഗം മൊത്തം എഴുതി വെച്ചേക്കാം എന്ന് കരുതി എഴുതിയാൽ അത് ഒരു മണ്ടത്തരമാണെന്നാണ് ഞാൻ പറയുക. നിങ്ങൾക്കറിയാവുന്ന ഉത്തരമാണെങ്കിൽ കൃത്യമായിട്ട് ആ ഉത്തരം എഴുതുക. ആ ഭാഗത്തെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങൾ വിവരിക്കുക. ആ ഒരു രീതിയിൽ ആൻസർ എഴുതുന്നതായിരിക്കും കൂടുതൽ നല്ലത്. വേണമെങ്കിൽ ഇനിയിപ്പം നിങ്ങൾക്ക് വലിയ വലിയ മാർക്കിൻ്റെ ചോദ്യമൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ എഴുതാം, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. പക്ഷേ അങ്ങനെ എഴുതുമ്പോഴും അതിൻ്റെ ആ ഉത്തരത്തിൻ്റെ കേന്ദ്ര ഭാഗത്തെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കണം. അതായത് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്,
എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താ ഇപ്പോൾ ചോദിക്കുക നിങ്ങളോട് ഒരു എക്സാമ്പിൾ പോലെ നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റുന്നത്, ആ കുട്ടിയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സുഹൃത്ത് ആരായിരുന്നു എന്നുള്ളൊരു ചോദ്യം. എക്സാമ്പിളാണ്, ഇങ്ങനെയൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, കുട്ടിയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആൽമരത്തിലുണ്ടായിട്ടുള്ള ഒരു ആൾ ആരാണെന്ന് നിങ്ങളോട് എക്സാമിനൊരു ചോദ്യം വന്നു എന്ന് കരുതുക. നിങ്ങളപ്പോൾ എന്താ എഴുതുക? കുട്ടി ആൽമരത്തിൽ പോയിരുന്നു, ആൽമരം കുട്ടിയുടെ വളരെ ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു, ആൽമരത്തിൽ കുട്ടി ഒരുപാട് നേരം ചെലവഴിച്ചു, ആൽമരത്തിൽ കുട്ടി പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു, ആൽമരത്തിൽ നിന്നും കുട്ടി ഒരു ഫൈറ്റ് കണ്ടു, ആ ഫൈറ്റിൽ മംഗൂസാണ് വിജയിച്ചത് എന്നൊക്കെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് മാർക്ക് കിട്ടുമോ? ഇല്ല. കാരണം ചോദ്യം എന്താ? ആ ആൽമരത്തിൽ കുട്ടിയുടെ സുഹൃത്ത് ആരായിരുന്നു? നിങ്ങൾ കൊടുത്ത ഉത്തരം എന്താ? ആൽമരത്തിലെ കുട്ടി ആൽമരത്തിലെ കുട്ടി എന്തൊക്കെയാണ് ചെയ്തേ എന്നൊക്കെയാണ് അല്ലേ. അതായത് ചോദ്യത്തിന് ഉള്ള ഉത്തരവായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ആ കുട്ടിയുടെ പ്രധാനപ്പെട്ട സുഹൃത്ത് എന്ന് പറയുന്നത് അണ്ണാനാണ്, സ്ക്വിരലാണ്, അവർ തമ്മിൽ പരസ്പരം ബിസ്ക്കറ്റ് കഴിക്കാറുണ്ടായിരുന്നു, അവർ പരസ്പരം നല്ല അടിപൊളിയായിരുന്നു, അവർ ഒരുപാട് സഞ്ചരിക്കാറുണ്ടായിരുന്നു, ആൽമരത്തിൽ കുട്ടി ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞെഴുതാം. അങ്ങനെ അത് വേണമെങ്കിൽ വിവരിക്കാം. അപ്പോഴും നമ്മൾ ആ പ്രധാന കേന്ദ്ര ഭാഗത്തെ ആ ഒരു കുട്ടിയുടെ സുഹൃത്ത് സ്ക്വിരലാണ് എന്ന ഭാഗത്തെ മറക്കാൻ വേണ്ടി പാടില്ല. പല കുട്ടികളും വരുത്തുന്ന ഒരു തെറ്റാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും നേരം എന്തൊക്കെയോ ഇങ്ങനെ പല ഉപദേശങ്ങളൊക്കെ കേട്ട് നിങ്ങളുടെ മനസ്സ് ബോറടിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. നമ്മൾ വന്ന കാര്യം എന്താണ്? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഓക്കെ, house and grounds were of grandfather's domain, but the magnificent old banyan tree was mine. Why did the boy say so? അതായത് വീടും പരിസരമൊക്കെ മുത്തശ്ശൻ്റെ സാമ്രാജ്യമായിരുന്നു. ഡൊമൈൻ എന്ന് വെച്ചാൽ സാമ്രാജ്യം. ബട്ട് ദ മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. എന്നാൽ ആ പഴയ അതിമനോഹരമായിട്ടുള്ള ആൽമരം എൻ്റേത് മാത്രമായിരുന്നു. വൈ ഡിഡ് ദ ബോയ് സേ സോ? ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നു, എന്നിട്ട് ചോദ്യം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ പറഞ്ഞത്? കുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും വായിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാഠഭാഗത്തെ പറ്റിയിട്ടുള്ള ഏകദേശം ഐഡിയയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുക? ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക. നമ്മൾ ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് എക്സാമിന് എന്തൊക്കെ ചോദിക്കുമോ, നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടോ, അതൊക്കെ അങ്ങ് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡയറി, ലെറ്റർ, നെറേഷൻ, ഫൈറ്റ് സീന്, എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ സ്കെച്ച്, എല്ലാ കാര്യങ്ങളും ഒന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, എല്ലാം ഉണ്ട്. പോയി നോക്കിയേക്കുക, പോയി കാണുക, പോയി പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യണം? നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ? ഞാനിങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് വിഷയത്തിൽ നിന്ന് തെന്നി മാറും. എവിടെയാ പറഞ്ഞു നിർത്തിയ? ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വെയർ ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, ബട്ട് ദ മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. വൈ ഡിഡ് ദ ബോയ് സേ സോ? എന്തുകൊണ്ടാണ് കുട്ടി അങ്ങനെ പറഞ്ഞത്? കുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ദ ബോയ് സെഡ് ദാറ്റ് ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വെയർ ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, ബട്ട് ദ മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. ഇതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അല്ലേ. അതായത് കുട്ടി പറഞ്ഞു, വീടും പരിസരമൊക്കെ മുത്തശ്ശൻ്റെ സാമ്രാജ്യമാണ്, എന്നാൽ ആ പഴയ അതിമനോഹരമായിട്ടുള്ള ആൽമരം എൻ്റേത് മാത്രമാണ്. കാരണം മുത്തശ്ശന് 65 വയസ്സായി, അതുകൊണ്ട് തന്നെ അതിൽ കയറാൻ വേണ്ടി പറ്റില്ല. ഏതിൽ? നമ്മുടെ ആൽമരത്തിൽ അല്ലേ. ഇങ്ങനെ വേണം ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ് എന്ന് മാത്രമാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമാണ്. ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഞാൻ എങ്ങനെ എഴുതുന്നു? ഞാൻ എഴുതുന്ന രീതി പറഞ്ഞുതരാം. ഈ ഒരു ചോദ്യം എനിക്ക് കിട്ടിയാൽ ഞാൻ എഴുതുക, ദ ബോയ് സെഡ് ദാറ്റ് ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വെയർ ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, ബട്ട് ദ മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ് എന്ന് ഞാൻ എഴുതും. പകരം എൻ്റെ സുഹൃത്ത് അഖില് എഴുതുക എങ്ങനെയാണ്? അവൻ ഇങ്ങനെ മാത്രമാണ് എഴുതിയത്. എങ്ങനെ? ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. അവൻ ഈ ഒരു ഒറ്റ സെൻറ്റൻസ് എഴുതി, ഞാൻ വേറെ രീതിയിൽ വിശദീകരിച്ച് എഴുതി. കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ ഞാൻ എഴുതി. അപ്പം ആരെ ഉത്തരമായിരിക്കും നല്ലതായിട്ട് വരിക? എൻ്റേതല്ലേ അല്ലേ?
നമ്മൾ എക്സാമിന് ഒരു ഉത്തരം നൽകുമ്പോൾ, നമ്മൾ എഴുതുമ്പോൾ പെർഫെക്ഷനോട് കൂടിയിട്ട് എഴുതാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. കാരണം വല്ല ഏതെങ്കിലും ഒരു കാരണവശാൽ ചിലപ്പം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ആരായിരിക്കും നമ്മുടെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പം ചിലപ്പം എനിക്ക് തോന്നുകയാണ്, ഇത് അത്ര പെർഫെക്ഷൻ ഇല്ല, ഇത് കറക്റ്റായിട്ടുള്ള ഫോർമാറ്റിൽ വന്നിട്ടില്ല, അതുകൊണ്ട് ഒരു അരമാർക്ക് കുറക്കാമെന്ന് കരുതിയാൽ നമുക്ക് പോകുന്നത് അരമാർക്കാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ എഴുതുന്ന കാര്യം കൃത്യമായിട്ട് എഴുതുക. അപ്പം ആരെഴുതിയ രീതിയിലായിരിക്കും നിങ്ങൾ എഴുതുക? ഞാൻ എഴുതിയ രീതിയിലല്ലേ നിങ്ങൾ എഴുതേണ്ടത്? ആണ്. അപ്പം നമ്മൾ ഏത് രീതിയിൽ എഴുതണം? ഈ ചോദ്യം എങ്ങനെയാണോ ചോദിച്ചാൽ അതിനനുസരിച്ചുള്ള ഉത്തരം എഴുതണം. വൈ ഡിഡ് ദ ബോയ് സേ സോ എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ എങ്ങനെ തുടങ്ങി? ദ ബോയ് സെഡ് ദാറ്റ്. എന്നിട്ട് ആ ചോദ്യവുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഉത്തരം എഴുതുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്നും നിങ്ങളോട് പലരും പറഞ്ഞെന്ന് വരില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഹൗ ഡിഡ് ദ സ്ക്വിരൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? എങ്ങനെയാണ് നമ്മുടെ സ്ക്വിരൽ എന്ന് വെച്ചാൽ അറിയാമല്ലോ, അണ്ണാൻ എങ്ങനെയാണ് നമ്മളെ കുട്ടിയുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെട്ടത്? കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ ഉത്തരവായിട്ട് എന്തൊക്കെയാണ് വരിക? കുട്ടി ഇടയ്ക്കിടയ്ക്ക് ആൽമരത്തിൽ പോവാറുണ്ടായിരുന്നു. ആൽമരത്തിൽ വെച്ചിട്ട് കുട്ടി എന്ത് ചെയ്യായിരുന്നു? കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയൊക്കെ പീസൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇതൊക്കെ കൊടുത്ത് ഈ കുട്ടി ഈ അണ്ണാനെ ഒരു തരത്തിലും ഉപദ്രവിക്കില്ല എന്ന് കണ്ടപ്പോഴാണ് അണ്ണാൻ ഈ കുട്ടിയായിട്ട് കൂടുതൽ സൗഹൃദത്തിൽ ഏർപ്പെട്ടത്. ഈ കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾ ഈ ഒരു ഉത്തരത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ഇതുപോലെ നിങ്ങൾക്ക് തരാത്തത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മളാണ് സ്വന്തമായിട്ട് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട്, നിങ്ങൾക്ക് ആശയം അറിയാം, എന്താണ് അതിൻ്റെ ഉത്തരം എന്ന് അറിയാം. സോ ഡയറക്റ്റായിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതി നോക്കുക. എന്നെങ്കിൽ മാത്രമേ നമ്മൾ സ്വയം ഇമ്പ്രൂവ് ആവാനാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് എല്ലാ സമയത്തും ആരെങ്കിലും എഴുതിയത് നോക്കി എഴുതാം, ആരെങ്കിലും കിട്ടിയത് എഴുതാം, തൽക്കാലം ഈ ഒരു പരീക്ഷയ്ക്ക് അങ്ങനെ പോട്ടെ, അല്ലെങ്കിൽ തൽക്കാലം നോട്ട് കംപ്ലീറ്റ് ആക്കാനല്ലേ, അത് പെട്ടെന്ന് ഇങ്ങനെ എഴുതാം എന്നൊക്കെ കരുതിയിട്ട് എഴുതിയാൽ നമുക്കത് യാതൊരു തരത്തിലുള്ള പ്രയോജനവും വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ സ്വയം എഴുതി പഠിച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. ഹൗ ഡിഡ് ദ സ്ക്വിറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതുക. ആ ചോദ്യത്തിൻ്റെ മാത്രമല്ല, എല്ലാം നിങ്ങൾ തന്നെ എഴുതണം. ഞാൻ ആശയങ്ങൾ മാത്രമാണ് പറഞ്ഞു തരിക. എങ്ങനെയാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരും. നിങ്ങൾ എഴുതേണ്ടതൊക്കെ നിങ്ങളുടെ കർത്തവ്യമാണ്, നിങ്ങൾ ചെയ്തിരിക്കണം. വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്വിറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? എന്തുകൊണ്ടാണ് വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്വിറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? എന്താണ് ഈ നമ്മുടെ അണ്ണാനും ഈ ഒരു മനുഷ്യനുമായിട്ടുള്ള സൗഹൃദത്തെ പറ്റിയിട്ട് നമ്മുടെ ഈ ഒരു അണ്ണാൻ്റെ സുഹൃത്തുക്കളൊക്കെ കരുതിയത് എന്തായിരുന്നു? അവരുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? ഇവിടെ 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ 2 ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾ എഴുതിയിരിക്കണം. വെറും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതരുത്. ഇവിടെ 2 ചോദ്യമുണ്ട്, അതുകൊണ്ട് തന്നെ 2ൽ കൂടുതൽ സെൻറ്റൻസ് നിർബന്ധമാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ? വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്വിറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? എന്താണ് നമ്മുടെ അണ്ണാൻ്റെ സുഹൃത്തുക്കൾ ഈ ഒരു കുട്ടിയായിട്ടുള്ള അണ്ണാൻ്റെ സൗഹൃദത്തിൽ എന്താണ് അവർ ചിന്തിച്ചത്? അതായത് നമ്മുടെ അണ്ണാൻ്റെ സുഹൃത്തുക്കൾ ചിന്തിച്ചത് എന്തായിരുന്നു? ഹി വാസ് എ വെരി യങ് സ്ക്വിറൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. അതായത് നമ്മുടെ അണ്ണാൻ്റെ സുഹൃത്തുക്കൾ കരുതിയത് ഈ ഒരു കുഞ്ഞ് അണ്ണാൻ അവൻ വളരെ ചെറുപ്പമാണ്, അവൻ്റെ പ്രായം, അതുകൊണ്ട് തന്നെ ആൾക്കാരെ തിരിച്ചറിയാനുള്ള കഴിവ് അവന് കുറവാണ്. എന്തിനാണ് ഈ മനുഷ്യനെ ഇങ്ങനെ വിശ്വസിക്കുന്നത്? എന്തിനാണ് ഈ നമ്മളെയൊക്കെ ഉപദ്രവിക്കാൻ വേണ്ടി നടക്കുന്നത് ഈ മനുഷ്യരെ ഇങ്ങനെ വിശ്വസിക്കുന്നത്? അവനൊരു മണ്ടൻ തന്നെയാണ് എന്നൊക്കെയാണ് നമ്മുടെ ഈ ഒരു അണ്ണാൻ്റെ ഒരു സുഹൃത്തുക്കൾ ഈ ഒരു അണ്ണാനെ പറ്റി ധരിച്ചു വച്ചത്. എന്തുകൊണ്ടായിരിക്കാം ഈ അണ്ണാൻ്റെ സുഹൃത്തുക്കൾക്ക് അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം? എന്തുകൊണ്ടായിരിക്കാം അണ്ണാൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ ചിന്തിച്ചത്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? അതിൻ്റെ ഉത്തരം എന്താണ്? കാരണം ഇവരെന്താണ് കാറ്റപ്പുൾട്ടും എയർ ഗണ്ണൊക്കെ ഉപയോഗിച്ച് ഈ അണ്ണാന്മാരെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ആര്? മനുഷ്യർ.
അതുകൊണ്ടാണ് അല്ലേ ഇവർക്ക് എന്താണ് നമ്മളെ മനുഷ്യർ വെറും ക്രൂരന്മാരാണ് എന്നുള്ള ഒരു കാര്യം ആ അണ്ണാന്മാരുടെ മനസ്സിലുണ്ടായിരുന്നു. അതായത് എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും മനുഷ്യരെ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് കരുതി നിൽക്കുന്ന ഒരു ചിന്താഗതിയായിരുന്നു അവർക്ക്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ കുട്ടി മറ്റ് ആൾക്കാരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. ഈ കുട്ടി ആ അണ്ണാനെയോ യാതൊരു തരത്തിലും ഒന്നിനെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് കുട്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ പോലെയല്ല അല്ലേ, നല്ല പാവം കുട്ടിയാണ് അവൻ. അവരെ ഒന്നും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. Then, fourth question. How was the banyan tree the noisiest place during the fig season? ഫിഗ് സീസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വസന്തകാലത്ത് ആൽമരത്തിൽ ഒരു തരത്തിലുള്ള ചുവന്ന പഴങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ആ പഴങ്ങളെയാണ് നമ്മൾ ഫിഗ് എന്ന് പറയുന്നത്. ആ ഫിഗ് സീസൺ എന്ന് പറഞ്ഞാൽ വസന്തകാലത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ആ വസന്തകാലത്ത് ഉണ്ടാവുന്ന പഴമാണ് ഫിഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വസന്തകാലത്ത് ഉണ്ടാകുന്ന ആ ഒരു സീസണിനെ ഫിഗ് സീസൺ എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു വസന്തകാലത്ത് ഈ ഒരു ആൽമരം എന്തുകൊണ്ടാണ് ഇത്രയധികം ശബ്ദമുള്ള സ്ഥലമായിട്ട് മാറുന്നത്? കാരണം മറ്റൊന്നുമല്ല, ഇൻ ദ സ്പ്രിംഗ് സീസൺ വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ് ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. പിന്നെ ഏതൊക്കെയാണ് പക്ഷികൾ എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉത്തരവായിട്ട് വരിക? അതായത് ഈ വസന്തകാലത്ത് ഈ പഴങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള പല സ്ഥലങ്ങളിൽ വസിക്കുന്ന പക്ഷികളൊക്കെ ഒത്തുകൂടുമായിരുന്നു. എവിടെ? ഈ ആൽമരത്തിൽ. അങ്ങനെ അതൊരു വളരെയധികം ശബ്ദം ഉള്ള ഒരു സ്ഥലമായിട്ട് മാറാറുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? എങ്ങനെയാണ് കുട്ടി സ്വയം ഈ ഒരു വസന്തകാലത്തെ ആനന്ദകരമാക്കിയത്? ഹി മെയ്ഡ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഇൻ ദ ബനിയൻ ട്രീ ആൻഡ് ബൈ സിറ്റിംഗ് ദെയർ ഹി വിൽ റീഡ് സോ മെനി ബുക്സ് അല്ലേ. അതായത് ആ ഒരു കുട്ടി ആൽമരത്തിൽ ഒരു ഇരിപ്പിടമൊക്കെ സൃഷ്ടിച്ചു, ഇരിപ്പിടമൊക്കെ നിർമ്മിച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന് പലതരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടായിരുന്നു. കൂടാണ്ട് അല്ലെ ഇതിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ആൽമരത്തിൻ്റെ താഴെ കൂടി മുത്തശ്ശി തുണിയാറിടുന്നതും അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസ് കാണുന്നതൊന്നും തൽക്കാലം സൂചിപ്പിക്കാണ്ടിരിക്കാം, വേണമെങ്കിൽ സൂചിപ്പിക്കാം. മാർക്ക് അടിസ്ഥാനത്തിൽ നമുക്ക് ഉത്തരങ്ങളെ നമുക്ക് വിശദീകരിച്ചും എഴുതാം. അതിനെ തന്നെ മെയിൻ പോയിന്റ് മാത്രമാക്കി ചുരുക്കിയും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെ നിങ്ങൾ മാർക്ക് നോക്കി എഴുതുക. 2 മാർക്കിനാണെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് മാത്രം എഴുതുക. പകരം 4 മാർക്കിനൊന്നും പൊതുവേ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാറില്ല. പക്ഷെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. 3 മാർക്കിനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ. 6ാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ട്രിഗേർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് ഫോർ ദ ബോയ് ഇൻ സമ്മർ? ഇതൊക്കെ നിങ്ങൾ കരുതുന്ന പോലെ ഒന്നല്ല കേട്ടോ. ഈ ഉത്തരങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. ആ ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കുക, മനസ്സിരുത്തി വായിക്കുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള ഉത്തരം എഴുതുക. അങ്ങനെ എഴുതാൻ കഴിയണമെങ്കിൽ പാഠഭാഗം അറിഞ്ഞിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് നിരന്തരം വായിച്ചുകൊണ്ടിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് മിനിമം 3 തവണയെങ്കിലും നിങ്ങൾ വായിക്കണം. വെറുതെ വായിച്ചാൽ പോരാ. ഓരോ വാക്കുകൾ നിങ്ങൾ വായിക്കുമ്പോഴും ആ കഥ നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ. ആ കഥ എന്താണെന്ന് അറിയണം. ഓക്കെ. പിന്നെ അത് ഒരു 3 തവണയൊക്കെ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും, ഉത്തരമൊക്കെ കിട്ടും, എന്തായാലും കിട്ടും. സിമ്പിളാണ്. വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ട്രിഗേർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് ഫോർ ദ ബോയ് ഇൻ സമ്മർ? അതായത് ഈ വസന്തകാലത്ത് കുട്ടിയെ വളരെയധികം ഇങ്ങനെ ആവേശത്തിലാക്കിയ ഒരു ഇൻസിഡൻറ്റ്, ഒരു സംഭവം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ആ ഇൻസിഡൻറ്റ് എന്താണ്? ഒന്നുമില്ല, ദ ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ് അല്ലേ. അതായത് കീരിക്കും പാമ്പിനും ഇടയിലുള്ള അതിശക്തമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഫൈറ്റ്, ആ ഒരു തർക്കം, ആ ഒരു യുദ്ധം ആണ് ആ ഒരു കുട്ടിയെ ഏറ്റവും അധികം എക്സൈറ്റഡ് ആക്കിയിട്ടുള്ളത്. ഹൗ ഡിഡ് ദ ബോയ് റിഗാർഡ് ഹിസ് ഒപ്പോണൻറ്റ്? വേർ ദേ ട്രൂ വാരിയേഴ്സ്? ഇവിടെ 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ 2ൻ്റെയും ഉത്തരങ്ങൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതിയേ പറ്റുള്ളൂ. ഹൗ ഡിഡ് ദ കോബ്ര റിഗാർഡ് ഹിസ് ഒപ്പോണൻറ്റ്? എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാമ്പ് തൻ്റെ എതിരാളിയെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്? ഒപ്പോണൻ്റ് എന്ന് വെച്ചാൽ എതിരാളി. അപ്പം കോബ്രയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമായിരുന്നു? അതായത് മംഗൂസ് വളരെയധികം സ്കിൽഫുൾ, എക്സ്പീരിയൻസ്ഡ് ആണ്, അഗ്രസീവാണ്, ഭയങ്കര സൂപ്പറായിട്ടുള്ള ഫൈറ്ററാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതാം. വേർ ദേ ട്രൂ വാരിയേഴ്സ്? അവർ 2 പേരും യഥാർത്ഥ പോരാളികളായിരുന്നോ? ഇത് നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ്. ഇത് പാഠഭാഗത്തിലുള്ള ഒരു ചോദ്യമല്ല. നമ്മുടെ തന്നെ സ്വന്തം നമ്മുടെ ചിന്താഗതികൾ അതിൽ കൊണ്ടുവരാനാണ് ഈ ഒരു ചോദ്യം ശ്രമിക്കുന്നത്.
വേർ ദേ ട്രൂ വാരിയേഴ്സ്, അവർ യഥാർത്ഥത്തിൽ എന്താണ് പോരാളികളായിരുന്നോ? അന്നേരം നിങ്ങൾ എങ്ങനെ എഴുതണം? അതെ, യെസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമ ഇടുക, എന്നിട്ട് എഴുതുക ദേ വെർ ട്രൂ വാരിയേഴ്സ് എന്ന് എഴുതണം. ഓക്കെ. എട്ടാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ദ സ്നേക്സ് ബൈറ്റ്? ഹൗ ഡിഡ് ദ മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ദ സ്നേക്സ് ബൈറ്റ്? എങ്ങനെയാണ് പാമ്പിൻ്റെ കടിയിൽ നിന്നും മംഗൂസ് പല തവണയായിട്ട് രക്ഷപ്പെട്ടത്? അതിന് മംഗൂസിൻ്റെ കയ്യിലുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു പവർ എന്തായിരുന്നു എന്നാണ് ഈ ചോദ്യത്തിൽ ചോദിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ്ഡ് ഹിം ഫ്രം ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫാറ്റൽ ടു അതേഴ്സ് എന്ന് പറയുന്ന സെൻറ്റൻസ് കണ്ടോ? അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഉത്തരം. എന്താണ്? അതായത് മംഗൂസിൻ്റെ വാലിൽ മാത്രമല്ല ശരീരത്തിലൊക്കെ നല്ല കട്ടിയുള്ള രോമങ്ങൾ ഉണ്ടായിരുന്നു. ആ രോമങ്ങൾ പല കടികളിൽ നിന്നും, പാമ്പിൻ്റെ കടിയിൽ നിന്നും മംഗൂസിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ഉത്തരം. ഒമ്പതാമത്തെ ചോദ്യം, The cobra was a good fighter. Pick out one of his fighting techniques. അതായത് കോബ്ര നല്ലൊരു ഫൈറ്ററാണ്. ആ കോബ്രയുടെ ആ ഒരു ഫൈറ്റിംഗ് ടെക്നിക്സിൽ ചിലത് നിങ്ങൾ വിവരിക്കുക. അതായത് നമുക്കറിയാം, ദ കോബ്ര stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ദ കോബ്ര വാസ് ഗുഡ് ഫൈറ്റർ, പിക്ക് ഔട്ട് വൺ ഓഫ് ഹിസ് ഫൈറ്റിംഗ് ടെക്നിക്സ്. ഒരു ഫൈറ്റിംഗ് ടെക്നിക്കായിട്ട്, അതായത് നമ്മുടെ യുദ്ധതന്ത്രങ്ങൾ, ഈ ഒരു പാമ്പിൻ്റെ യുദ്ധതന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു അതിലൊന്ന് വിവരിക്കാനാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതിൽ നമുക്ക് ഈ കാര്യം പറയാം. അതായത് നമ്മുടെ മംഗൂസ് ഇങ്ങോട്ട് അങ്ങനെ എതിർത്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് പാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് സൈഡിലേക്കായിട്ടൊക്കെ ഇങ്ങനെ നീങ്ങിക്കളിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ഒരു പാമ്പിൻ്റെ ഒരു ടെക്നിക്കായിട്ട് നമുക്ക് പറയാം അല്ലേ. അതാണ് അതിൻ്റെ ഉത്തരം. ദ കോബ്ര stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. The mongoose proved that he was clever. Can you cite any instance of his cleverness? അതായത് മംഗൂസ് തെളിയിച്ചിട്ടുണ്ടായിരുന്നു അവനൊരു ബുദ്ധിമാനാണെന്ന്. ക്യാൻ യു സൈറ്റ് എനി ഇൻസ്റ്റൻസ് ഓഫ് ഹിസ് ക്ലവർനെസ്? നിങ്ങൾക്ക് ആ ഒരു മംഗൂസിൻ്റെ കീരിയുടെ ആ ഒരു തന്ത്രത്തെ തെളിയിക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് വിവരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അതെന്താണ്? നമ്മുടെ പാമ്പും ഈ ഒരു കീരിയും തമ്മിൽ അടി കൂടുമ്പോൾ പാമ്പ് ഇങ്ങനെ പ്രതിരോധിച്ച് നിൽക്കുമ്പോൾ കീരി ആ ഒരു പാമ്പിൻ്റെ അടുത്തേക്ക് ചെന്നായിരുന്നു അല്ലേ. ആ ഒരു സമയത്ത് പാമ്പ് പെട്ടെന്ന് തന്നെ കീരിയെ കടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ ഒരു സമയത്ത് കീരി പെട്ടെന്ന് സൈഡിലേക്ക് തുള്ളി മാറിയിട്ട് ഈ ഒരു പാമ്പിനെ കടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്? കീരിയുടെ ഒരു തന്ത്രമല്ലായിരുന്നോ അല്ലേ? കീരിക്കറിയാം എന്ത് ചെയ്യായിരുന്നു, ഈ പാമ്പ് തന്നെ കടിക്കാനാണ് നോക്കുക എന്ന് കീരിക്കറിയാം. അപ്പം കീരി ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു? നേരെ പാമ്പിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പെട്ടെന്ന് സൈഡിലേക്ക് തുള്ളി. അത് കീരിയുടെ ബുദ്ധിയല്ലേ. അങ്ങനെ തുള്ളിയില്ലായിരുന്നുവെങ്കിൽ കീരിയെ പാമ്പ് കടിക്കില്ലേ. അപ്പം പെട്ടെന്ന് ഒരു സൈഡിലേക്ക് തുള്ളി മാറിയിട്ട് പാമ്പിൻ്റെ പുറകിൽ കടിച്ചുകൊണ്ട് ദൂരേക്ക് ഓടിപ്പോയി. ഓക്കെ, അത് വളരെയധികം ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു. മൂവിങ് ഫോർവേഡ് ക്വിക്ലി അൺടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്, ഹി മെയ്ഡ് എ ഫെയിൻറ്റ് വൺ സൈഡ്, ഇമീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്. അല്ലേ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഈ ഒരു പാരഗ്രാഫിൽ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉത്തരം എഴുതുക. 11ാമത്തെ ചോദ്യം, വാട്ട് വേർ ദ റിയാക്ഷൻസ് ഓഫ് ദ സ്പെക്ടാറ്റേഴ്സ് വെൻ ദ കോബ്ര സ്ട്രക്ക്? സ്പെക്ടാറ്റേഴ്സ് എന്ന് വെച്ചാൽ കാണികൾ. അതായത് നമ്മുടെ പാമ്പിന് കടിയേറ്റ സമയത്ത് ഈ കാണികളുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? അതായത് ദ മൊമെന്റ് ദ കോബ്ര സ്ട്രക്ക്, ദ ക്രോ ആൻഡ് ദ മൈന ഹേൾഡ് ദംസെൽവ്സ് അറ്റ് ഹിം ഓൺലി ടു കൊളൈഡ് ഹെവിലി ഇൻ മിഡ് എയർ, സ്ട്രീക്കിംഗ് അറ്റ് ഈച്ച് അതർ ദേ റിട്ടേൺ ടു ദ കാറ്റസ് പ്ലാൻ. അല്ലേ, അതായത് അപ്പോൾ ഈ ഒരു പാമ്പിന് കടിയേറ്റ സമയത്ത് നമ്മുടെ കാക്കയും മൈനയും എന്ത് ചെയ്തു? ഈ പാമ്പിനെ ആക്രമിക്കാനായിട്ട് പാമ്പിൻ്റെ നേരെ ചെന്നു. പക്ഷേ അത് ബലം കണ്ടില്ല. ഇവർ രണ്ടുപേരും പരസ്പരം കൂട്ടിയിടിച്ചിട്ട് തിരിച്ചുപോയി. അല്ലേ, ആ കാര്യങ്ങൾ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതുക. ഹൗ ഡിഡ് ദ ക്രോ പുഷ് ഇറ്റ് സെൽഫ് ഇൻ ടു ട്രബിൾ? എങ്ങനെയാണ് കാക്ക സ്വയം ഒരു കുഴിയിൽ ചെന്ന് ചാടിയത് എന്നാണ് ചോദിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അതായത് ഈ കാക്ക എന്ത് ചെയ്തു? കാക്ക ഈ ഒരു പാമ്പിൻ്റെ അടുത്തേക്ക് പാമ്പിനെ ആക്രമിക്കാനായിട്ട് ചെന്നു. ആ സമയത്ത് പാമ്പ് ഈ കാക്കയെ കടിച്ചു. അങ്ങനെ കാക്ക മരണപ്പെട്ടു. ഈ കാര്യങ്ങൾ എഴുതുക.
നോക്കുക, മൂന്നാമത്തെ റൗണ്ടിലാണ് കാക്ക ഈ മണ്ടത്തരം കാണിച്ചത്. എന്നാൽ മൈനയോ, മൈന വീണ്ടും ഒരു പരിശ്രമത്തിന് പോയില്ല, മൈന മാറി നിന്നു. ഓക്കെ, ആ ഒരു പാരഗ്രാഫിൽ ഉത്തരമുണ്ട്, എഴുതുക. വൈ ഈസ് ദ മൈന സെഡ് ടു ബി വൈസ്? എന്തുകൊണ്ടാണ് മൈന ബുദ്ധിമാനാണ് എന്ന് പറയാൻ കാരണം? ബുദ്ധി അല്ലെങ്കിൽ ഒരു തന്ത്രമുണ്ട്, അല്ലെങ്കിൽ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം ആണ് മൈന നടത്തിയത് എന്ന് പറയാൻ കാരണം മൂന്നാമത്തെ റൗണ്ടിലും ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പാമ്പിനെ ആക്രമിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പാമ്പിനെ ആക്രമിക്കാൻ നോക്കുന്ന ആ ഒരു സമയത്തും ഇവർ പരസ്പരം കൂട്ടിയിടിച്ചിട്ട് ആണ് നിൽക്കുന്നത്. ആ ഒരു സമയത്താണ് കാക്ക വീണ്ടും തിരിച്ച്, അതായത് നമുക്കറിയാം മൂന്നാമത്തെ റൗണ്ടിൽ കാക്കയും മൈനയും എന്ത് ചെയ്തു? ഈ പാമ്പിനെ ആക്രമിക്കാനായിട്ട് ഒരുമിച്ച് പറന്നു. ആ ഒരു സമയത്ത് ഇവർ രണ്ടുപേരും പരസ്പരം കൂട്ടിയിടിച്ചു. മൈനയാണെങ്കിൽ ഈ കൂട്ടിയിടിക്ക് ശേഷം തിരിച്ച് കാറ്റസ് ചെടിയുടെ അടുത്തേക്ക് പോയി. എന്നാൽ കാക്കയാണെങ്കിൽ ഈ കൂട്ടിയിടിക്ക് ശേഷം പാമ്പിന് നേരെ പോയി, പാമ്പ് കാക്കയെ കടിച്ചു, കാക്ക മരണപ്പെട്ടു. അപ്പം ആരാണിവിടെ തന്ത്രപൂർവമായിട്ട് നീങ്ങിയത്? നമ്മുടെ മൈനയല്ലേ. മൈന ഈ കൂട്ടിയിടിക്ക് ശേഷം വീണ്ടും പാമ്പിൻ്റെ അടുത്തേക്ക് പോകാതെ ആ ഒരു കാറ്റസ് ചെടിയുടെ അടുത്തേക്ക് പോയി. അത് ആ മൈനയുടെ തന്ത്രമല്ലായിരുന്നോ? ഇനി മൈന ആ ഒരു കാറ്റസ് ചെടിയുടെ അടുത്ത് പോകുന്നതിന് പകരം പാമ്പിൻ്റെ അടുത്താണ് പോയതെങ്കിൽ മൈനയ്ക്കും ഈ ഒരു അവസ്ഥ തന്നെയല്ലേ വരിക? കാക്കയുടെ അവസ്ഥ തന്നെയല്ലേ വരിക? മൈനയും മരണപ്പെട്ടു പോയില്ലായിരുന്നോ? അല്ലേ? അപ്പം മൈന ചെയ്ത ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ബുദ്ധിയല്ലേ? അത് അവിടെ എഴുതുക. ഓക്കെ, ഹൂ വോൺ ദ ബാറ്റിൽ? വാട്ട് മെയ്ഡ് ദ മൈന പിയർ ഇൻ ടു ദ ബുഷസ്? ആരാണ് ഈ ഒരു യുദ്ധത്തിൽ ജയിച്ചത്? തീർച്ചയായിട്ടും ദ മംഗൂസ് വോൺ ദ ബാറ്റിൽ. വാട്ട് മെയ്ഡ് ദ മൈന പിയർ ഇൻ ടു ദ ബുഷസ്? എന്താണ് നമ്മുടെ ഈ ഒരു മൈനയെ ആ ഒരു കുറ്റിച്ചെടികളുടെ ഇടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്? അതായത് മംഗൂസ് ബോത്ത് വാണ്ടഡ് ടു മേക്ക് ഷെയർ ഓഫ് ദ കോബ്രാസ്. ഒന്നുമില്ല, അതായത് വാട്ട് മെയ്ഡ് ദ മംഗൂസ് പിയർ ഇൻ ടു ദ ബുഷസ്? എന്തിനാണ് ഈ ഒരു കുറ്റിച്ചെടികളുടെ ഇടയിലേക്ക് ആ ഒരു മൈനയെ പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത്? അതിൻ്റെ ഉത്തരം എന്താണ്? അതായത് ഈ ഒരു മൈന എന്തുകൊണ്ടാണ് പിയർ എന്ന് വെച്ചാൽ ഒളിഞ്ഞു നോക്കുക, എന്തുകൊണ്ടാണ് മൈന ആ ഒരു കുറ്റിച്ചെടികളുടെ ഇടയിലേക്ക് ഒളിഞ്ഞു നോക്കിയത്? അതായത് മൈനക്കും വല്ലതും കിട്ടുമോ? ഈ പാമ്പിനെ ഈ ഒരു മംഗൂസ് കടിച്ചതിന് ശേഷം കുറ്റിച്ചെടികളിലേക്കാണ് വലിച്ചു കൊണ്ടുപോയത്. അപ്പോൾ അതിനുശേഷം മൈനക്കും ഇതിൻ്റെ ഒരു പങ്ക് ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് മൈന അതിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കിയത്. വാട്ട് പ്രിവെൻറ്റഡ് ഗ്രാൻഡ് ഫാദർ ഫ്രം ടേമിങ് ദി മംഗൂസ്? എന്താണ് മുത്തശ്ശനെ ഈ ഒരു മംഗൂസിനെ ടൈം ചെയ്യുന്നതിൽ നിന്നും, അതായത് ടൈമിങ് എന്ന് വെച്ചാൽ എന്താണ്? മെരുക്കുന്നതിൽ നിന്നും മുത്തശ്ശനെ പിന്തിരിപ്പിച്ച കാര്യം എന്തായിരുന്നു? അതായത് മുത്തശ്ശൻ അറിയാം വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. അതായത് മുത്തശ്ശൻ അറിയാം, അതായത് നമ്മൾ മെരുക്കിയെടുത്ത മംഗൂസിനേക്കാളിലും പ്രയോജനം ആർക്കാണ്? അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു പാമ്പിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിനെ ഈ ഒരു വീട്ടിൽ നിന്നും അകറ്റി നിർത്താൻ കൂടുതൽ നല്ലത് ഈ ഒരു നമ്മൾ മെരുക്കിയ കീരിയേക്കാളിലും നല്ലത് മെരുക്കാത്തതിനെയല്ലേ? അതുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങനെ ചെയ്തത്. അതായത് മുത്തശ്ശൻ എന്താണ് അറിയാം, ഈ നമ്മൾ മെരുക്കി വളർത്തുന്ന ആ ഒരു കീരിക്ക് ആ ഒരു കാട്ടിൽ വസിക്കുന്ന ആ ഒരു നേച്ചർ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കീരി നല്ല അടിപൊളിയായിട്ട് നല്ല ഇങ്ങനെ നമ്മളെ പാമ്പുമായിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടി ഇങ്ങനെ മുട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിനെ ഇങ്ങനെ മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരുന്നത്. നിങ്ങൾ ഈ ഉത്തരത്തിൽ ഇനി മുട്ടി നിൽക്കണം അങ്ങനെയൊന്നും കൊണ്ടുപോയി എഴുതിയ കളയരുത് കേട്ടോ. എനിക്ക് പറയുമ്പം തന്നെ ഇങ്ങനെ ഇതാവുന്നു. ഓക്കെ, വൈ വുഡ് ഗ്രാൻഡ് മദർ ഫോർഗീവ് ദ മംഗൂസ് ഫോർ സ്റ്റീലിംഗ് ദ എഗ്സ്? എന്തുകൊണ്ടാണ് മുത്തശ്ശി ആ ഒരു കീരി ഈ ഒരു കോഴിമുട്ട മോഷ്ടിച്ചതിൽ നിന്നും അതിനെ നമ്മുടെ മംഗൂസ് നമ്മുടെ കീരി കോഴിമുട്ട മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് മുത്തശ്ശി എന്ത് ചെയ്തു? ഈ ഒരു കീരിക്ക് ക്ഷമ നൽകി. കാരണം പോട്ടെ, ഈ കീരിയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും പാമ്പുകളെയൊക്കെ അകറ്റി നിർത്തുന്നതല്ലേ, നമ്മുടെ പൂന്തോപ്പിൽ നിന്നും പാമ്പുകളെയൊക്കെ ഇങ്ങനെ അകറ്റി നിർത്തുന്നതല്ലേ, അതുകൊണ്ട് പോട്ടെ, അവൻ കോഴികളെ ഒന്നും കൊന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ട് മുട്ടയെടുത്ത് പോട്ടെ, ഇപ്രാവശ്യം ക്ഷമിച്ചേക്കാം എന്ന് കരുതിയിട്ടാണ് മുത്തശ്ശി കീരിയെ ക്ഷമിച്ചത്. ഹൂ വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്വിറൽ? ഹൗ ഡിഡ് ദേ എൻജോയ് ദെയർ ഫ്രണ്ട്ഷിപ്പ്? നമ്മുടെ അണ്ണാൻ്റെ പുതിയ സുഹൃത്ത് ആരായിരുന്നു? നമുക്കറിയാം, വെള്ള എലി.
അല്ലേ? ഹൗ ഡിഡ് ദേ എൻജോയ് ദെയർ ഫ്രണ്ട്ഷിപ്പ്? അവരെങ്ങനെയാണ് അവരുടെ ആ ഒരു സൗഹൃദം അവർ എൻജോയ് ചെയ്തത്? അവർ പരസ്പരം നമ്മളെ ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മുന്തിരിവള്ളികൾക്കിടയിലൂടെ സഞ്ചരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതുപോലെ അവർ പരസ്പരം ആൽമരത്തിൻ്റെ ഇതളുകൾക്കിടയിലൂടെ അവർ പരസ്പരം കൈപിടിച്ച് നടന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ദേ വുഡ് ഗോ ഓഫ് ടുഗദർ ഓൺ ലിറ്റിൽ എക്സ്കേർഷൻസ് എമംഗ് ദ ബ്രാഞ്ചസ്. അതായത് ഈ ആൽമരത്തിൻ്റെ ഇടയിലൂടെ അവർ പരസ്പരം നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു സൗഹൃദത്തിൽ ഏർപ്പെട്ടു. ഹൗ ഡിഡ് ദ ബോയ് കം ടു നോ ദാറ്റ് ദ സ്ക്വിറൽ വാസ് ബിൽഡിംഗ് എ നെസ്റ്റ്? എങ്ങനെയാണ് നമ്മുടെ കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു അണ്ണാന് കൂട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം? വെൻ ഹി ചേഞ്ച്ഡ് ഹിസ് ക്ലോത്ത്സ് ഹി കുഡ് ഫൈൻഡ് സ്ട്രോ ആൻഡ് ഗ്രാസ് ഫാളിങ് ഫ്രം ഹിസ് പോക്കറ്റ്. ആ ഒരു സമയത്താണ് അല്ലേ കുട്ടി ഈ ഒരു വീട്ടിനകത്ത് ചെന്നിട്ടാകുമ്പം നമ്മുടെ ഈ ഒരു ഷർട്ടും കാര്യങ്ങളൊക്കെ ഊരി മാറ്റുന്ന സമയത്താണ് കീശയിൽ നിന്നായിട്ട് ഈ പുല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലത്ത് വീഴുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഒരു സമയത്താണ് കുട്ടിക്ക് മനസ്സിലായത്. അതുകൂടാതെ ഒരു ദിവസം ഗ്രാൻഡ് മദേഴ്സ് ക്നിറ്റിംഗ് വാസ് മിസ്സിങ്. ദെൻ ഹി ഫൗണ്ട് ഇറ്റ് ഓൺ ദി ഹോൾ ഓഫ് ദ ബനിയൻ ട്രീ, അല്ലേ? അതായത് അതുകൂടാതെ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഒന്ന്, കുട്ടിയുടെ പോക്കറ്റിൽ നിന്നും ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഴുന്നത് കണ്ടപ്പം കുട്ടിക്ക് മനസ്സിലായി. അതുകൂടാതെ ഈ ഒരു നമ്മുടെ ആൽമരത്തിലുള്ള ഒരു ഹോൾ ഉണ്ടായിരുന്നു. ആ ഹോളിൽ മുത്തശ്ശിയുടെ ക്ലിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും കുട്ടിക്ക് മനസ്സിലായി ഇത് കൂട് നിർമ്മിക്കുന്നതാണ്. അതിനുള്ളിൽ ആര് കൂടി ഉണ്ടായിരുന്നു? വെള്ള എലികൾ കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ എക്സ്ട്രാ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. വാട്ട് വാസ് ദ വണ്ടർ ദാറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം ഇൻ ദ നെസ്റ്റ്? എന്ത് അത്ഭുതമായിരുന്നു പ്രകൃതി നമ്മുടെ ആ ഒരു കൂടിനുള്ളിൽ നമുക്ക് ഈ ഒരു കുട്ടിയുടെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഹി സോ 3 ബേബി സ്ക്വിറൽസ് ഇൻ വൈറ്റ് കളർ. എന്തായിരുന്നു ആ ഒരു അത്ഭുതം എന്ന് പറയുന്നത്? ആ അത്ഭുതം മറ്റൊന്നുമല്ല, ആ ഒരു കൂടിനുള്ളിൽ 3 കുഞ്ഞ് നമ്മുടെ വെള്ള നിറത്തിലുള്ള അണ്ണാന്മാർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ ഒരു നമ്മുടെ പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരിക. ഇതിൽ ഈ ഒരു വീഡിയോ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോയുടെ ഒരു ആശയം എന്ന് വെച്ചാൽ, നമ്മുടെ ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വരിക, അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ആശയം തരിക. അത്രയും ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് മനഃപൂർവ്വമാണ് ഞാനിങ്ങനെ ഉത്തരം ഡയറക്റ്റായിട്ട് സെൻറ്റൻസ് വൈസ് തരാത്തത്. കാരണം നമ്മൾ സ്വയം എഴുതണം മേഡം. നമ്മൾ ഇന്ന് എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾ എഴുതുക? സ്വന്തമായിട്ട് നോട്ട്ബുക്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ സെൻറ്റൻസിൽ നിങ്ങൾ എഴുതണം. അത് പൊട്ടത്തെറ്റോ മണ്ടത്തരമോ എന്തോ ആയിക്കോട്ടെ, ഇനി അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എഴുതാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾ അത് എഴുതണം. എഴുതി കഴിഞ്ഞിട്ടാകുമ്പം നിങ്ങൾ ആരുടെയെങ്കിലും അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് ഈ ഉത്തരം കറക്റ്റാണോ എന്ന് ചോദിക്കുക. നമ്മൾ പഠിക്കാനാണ്, എവിടെയായാലും നമ്മൾ പഠിക്കാനാണ് പോകുന്നത്. ആ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ അധ്യാപകരോട് ഇന്ന് കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയേക്കണം. കാരണം നിങ്ങൾ പഠിക്കാനാണ് പോകുന്നത്. അല്ലാതെ നമുക്ക് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, കളിക്കേണ്ട സമയത്ത് കളിക്കുക, എൻജോയ്മെൻറ്റ് ചെയ്യേണ്ട സമയത്ത് എൻജോയ്മെൻറ്റ് ചെയ്യുക. അതായിരിക്കണം നമ്മുടെ പോളിസി. ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ് കേൾക്കുക, പഠിക്കുക. ഇൻ്റർവെൽ സമയത്ത് നമ്മൾ അടിച്ചു പൊളിക്കുക. ഈ ഫ്രീ പീരീഡ് സമയത്ത് നമ്മൾ അടിച്ചു പൊളിക്കുക. ഫ്രീ പീരീഡ് സമയത്ത് പഠിക്കണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ നമ്മൾ എൻജോയ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക. പക്ഷേ പഠനത്തിൻ്റെ സമയത്ത് എൻജോയ്മെൻറ്റ് പാടില്ല. പഠനത്തിൻ്റെ സമയത്ത് പഠനത്തിലൂടെ വേണം നിങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെറ്റാണ്? ഓക്കെ ആണ്. ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എന്തെങ്കിലും പോരായ്മകൾ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. എനിക്കത് അടുത്ത വീഡിയോയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സോ സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.